ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യാക്കോബ് 4:15 മുതൽ 17 വരെ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നിന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. നിങ്ങളോ വമ്പു പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തോട് നമ്മൾ ക്ഷമ ചോദിക്കാറുണ്ട്. ഏറ്റവും പ്രധാനമായി 4 വീഴ്ചകൾക്ക് നമ്മൾ ദൈവം മുൻപാകെ ക്ഷമ യാചിക്കണം. വിചാരത്താലും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപേക്ഷ കൊണ്ടും വന്നുപോയ തെറ്റുകൾക്ക്. ഇവയിൽ ആദ്യത്തെ 3 കുറവുകളും നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ ധാരണയുള്ളതാണ്. എന്നാൽ നമ്മുടെ ഉപേക്ഷകൾ എന്തുമാത്രം ഗൗരവമുള്ള അപരാധമായി കരുതുന്നുണ്ട് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും അത് ഒരു തെറ്റായി നമുക്ക് തോന്നുന്നുമില്ല. കർത്താവ് അന്ത്യ ന്യായവിധിയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഈ ഉപേക്ഷയെ വളരെ ഗൗരവമായി കാണുന്നു. അന്ത്യവിധിയെക്കുറിച്ചുള്ള ഒടുവിലത്തെ വിധി നാളിൽ നമ്മൾ വിധിക്കപ്പെടുന്നത് നമ്മൾ ചെയ്യാതെ പോയ കാര്യങ്ങളെക്കുറിച്ചാണെന്ന സൂചന കർത്താവ് നൽകുന്നുണ്ട്. ചെയ്തു പോയ കുറവുകൾക്കും പാപങ്ങൾക്കുമൊക്കെ ക്ഷമ ലഭിക്കും. ചെയ്യാതെ പോയ നന്മകൾക്ക് ക്ഷമ ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ ലാസറിൻ്റെയും ധനവാന്റെയും കഥ കർത്താവ് പഠിപ്പിക്കുമ്പോൾ ധനവാൻ ലാസറിൻ ഒരു തിന്മയും ചെയ്തില്ല, ഒരു തെറ്റും ചെയ്തില്ല. തൻ്റെ വീടിൻ്റെ മുൻപിൽ വന്ന് കിടക്കുന്നതിനും ഭിക്ഷയാചിക്കുന്നതിനും അവരുടെ ഭക്ഷണത്തിൻ്റെ ബാക്കി ഭക്ഷിക്കുന്നതിനുമൊക്കെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എങ്കിലും ധനവാൻ വിധിക്കപ്പെട്ടു. കാരണം ചെയ്യാതെ പോകുന്ന നന്മയെക്കുറിച്ചുള്ള വിധി, ന്യായവിധി വളരെ ഭയങ്കരമാണ് എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പല കാര്യങ്ങളും കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. അവിടെ കുറേ കാര്യങ്ങളുണ്ട്. 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷണം തന്നില്ല. ദാഹിച്ചു, കുടിക്കാൻ തന്നില്ല. നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല. രോഗിയായിരുന്നു, കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ സന്ദർശിച്ചില്ല. പരദേശിയായിരുന്നു, സ്വീകരിച്ചില്ല. ഇതിലൊന്നുപോലും ആർക്കുമെതിരെ നമ്മൾ ചിന്തിച്ചതോ പറഞ്ഞതോ പ്രവർത്തിച്ചതോ ഒന്നും ആയിരിക്കില്ല. വെറുതെ കണ്ടിട്ടില്ലെന്ന് അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ച കാര്യങ്ങളാണ്. ഞാൻ ആർക്കും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് എപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചെയ്തവർ ചോദിക്കുമ്പോൾ പറയുന്നതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ മറ്റുള്ളവർക്ക് നിഷേധിച്ചതൊക്കെ എനിക്കാണ് നിഷേധിച്ചത്, മറ്റുള്ളവർക്ക് ചെയ്തതൊക്കെ എനിക്ക് വേണ്ടിയാണ് ചെയ്തത്. അപ്പോൾ അതാണ് കാര്യം. ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ചത് കൊണ്ടായില്ല. ഓരോരുത്തർക്കും മറ്റുള്ളവരുടെ കാര്യത്തിൽ ചില ഉത്തരവാദിത്തങ്ങൾ കൂടിയുണ്ട്. അത് കണ്ടില്ലെന്ന് നടിക്കുന്നവർക്ക് കർത്താവിൻ്റെ രാജ്യത്തിൽ പ്രവേശിപ്പാൻ സാധിക്കുന്നില്ല. തനിയെ ഒരു നിലനിൽപ്പ് അസാധ്യമാണ് മനുഷ്യന്. ദൈവം സൃഷ്ടിച്ചത് തന്നെ അങ്ങനെയാണ്. ഒരു പാരസ്പരിക ആശ്രയത്വത്തോടു കൂടിയാണ് ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുക. മനുഷ്യന് മാത്രമല്ല, പ്രപഞ്ചത്തിന് പോലും തനിയെ ഒരു നിലനിൽപ്പില്ല. നമ്മൾ പരസ്പരം എന്തുമാത്രം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വേദഭാഗം നമ്മളെ ഒരുപാട് ഇരുത്തി ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് പ്രശംസിക്കാൻ യാക്കോബ് പറയുന്നു. ഏത് കാര്യത്തിലാണ് പ്രശംസിക്കാൻ സാധിക്കുക? മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിൽ ദൈവം നമ്മളെ മാനിക്കും. നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവും കഴിവും സമ്പത്തും
മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിപ്പാൻ ഈ ആയുസ്സിൽ സാധിക്കുന്നത് വലിയ പുണ്യമാണ് എന്ന കരുതലോടെ, ചിന്തയോടെ ജീവിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട് ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും നന്ദി പറയുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവെ, അങ്ങയുടെ ഹിതം തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും കർത്താവെ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്മയിൽ അധിഷ്ഠിതമാകുവാൻ, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും പുതിയ അനുഭവങ്ങളിലൂടെ നടത്തണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം ഏവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.